ജനങ്ങളെ രക്ഷിക്കുന്ന നായകനും നായകനെ സൈഡാക്കാനെത്തുന്ന വില്ലനുമൊക്കെ അടങ്ങുന്ന ഒരു മാസ് പടം കാണുന്ന പ്രതീതിയാണ് പണ്ടും ഇന്നും ദ്രാവിഡ രാഷ്ട്രീയം. തമിഴ്നാട്ടിൽ സിനിമാക്കാരില്ലാതെ ഒരു രാഷ്ട്രീയ യുഗവും ഇതുവരെ കടന്നുപോയിട്ടില്ല. എംജിആറും ജയലളിതയും ഇന്നിതാ ദളപതി വിജയ് വരെയും എത്തി നിൽക്കുന്നു. സിനിമയിലെ ഭ്രമം ജീവിതത്തിലും അതേപടി പ്രാവർത്തികമാക്കുന്ന തമിഴ്നാട്ടിലെ ജനങ്ങൾ ഇഷ്ടതാരങ്ങളുടെ രാഷ്ട്രീയ പരിവേഷത്തിൽ മതിമറക്കുന്നവർ കൂടിയാണ്. പക്ഷേ ചരിത്രം പരിശോധിച്ചാൽ അവരുടെ തീരുമാനങ്ങളൊന്നും ഇതുവരെ തെറ്റിയിട്ടുമില്ല. അബ്രപാളിയിലെ മിടുക്ക് ജനാധിപത്യത്തിലും ഫലവത്താക്കിയാണ് പലരും കളം വിട്ടിട്ടുള്ളത്. എത്രയൊക്കെ താരങ്ങൾ വന്നുപോയാലും ദ്രാവിഡ മണ്ണിൽ എംജിആറും ജയലളിതയും ഉണ്ടാക്കിയ സ്വാധീനമൊന്നും വർഷം ഇത്ര കഴിഞ്ഞിട്ടും ആർക്കും ഉണ്ടാക്കാൻ സാധിച്ചിട്ടില്ല. അതിനൊരു മാറ്റമാണോ വിജയുടെ വരവോടെ സംഭവിക്കുക എന്നാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. കാരണം തമിഴ് മണ്ണിൽ ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന വിജയ്ക്കുള്ള സ്വാധീനം അത്രത്തോളമുണ്ട്. കേരളം, ആന്ധ്രാപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ സിനിമയിൽ നിന്നും രാഷ്ട്രീയ പ്രവേശനവും അതിനുള്ള ശ്രമങ്ങളുമൊക്കെ നടന്നിട്ടുണ്ടെങ്കിലും തമിഴ്നാട്ടിലുള്ളത്ര മുന്നേറ്റമുണ്ടായതായി അറിവില്ല. പല സംസ്ഥാനങ്ങളിലും താരങ്ങൾ തങ്ങളുടെ ജനപ്രീതി ഒരു ചവിട്ടുപടിയായി ഉപയോഗിക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിലും ഭൂരിഭാഗവും പച്ചപിടിച്ചിരുന്നില്ല. സിനിമാ ഹാളുകൾ തന്നെ തമിഴ്നാട്ടിൽ ഒരു സാമൂഹിക സമത്വത്തിന്റെ പ്രതീകമായാണ് കാണപ്പെടുന്നത്. എല്ലാ തമിഴരും ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ ഒത്തുകൂടുന്നിടത്ത് രാഷ്ട്രീയത്തിന് വലിയ സ്വാധീനം തന്നെയാണ് ഉള്ളത്. കേവലം സൂപ്പർ താരം എന്നതിനപ്പുറത്തായിരുന്നു തമിഴകത്ത് എംജിആർ എന്ന നടന്റെ അല്ലെങ്കിൽ രാഷ്ട്രീയ നേതാവിന്റെ സ്ഥാനമുണ്ടായിരുന്നത്. കൃത്യമായ രാഷ്ട്രീയ അവബോധവും രാഷ്ട്രീയ പ്രവർത്തനങ്ങളും സ്വാധീനങ്ങളും എല്ലാം അദ്ദേഹത്തെ രാഷ്ട്രീയത്തിൽ സഹായിച്ചിരുന്നു. സൂപ്പർ സ്റ്റാർ പദവി കൊണ്ട് മാത്രം ആ പിന്തുണ ലഭിക്കില്ല. അതിനുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ് സ്വന്തം രാഷ്ട്രീയ പാർട്ടിയുടെ രൂപീകരണം വരെ എത്തി പിന്തിരിഞ്ഞ രജനീകാന്തും മക്കൾ നീതിമയം എന്ന പാർട്ടി ഉണ്ടാക്കി വിജയം നേടാനാകാതെ പിന്നോട്ടു പോയ ഉലകനായകൻ കമലഹാസനും. സിനിമയിലൂടെ നേടിയ ജനപ്രീതി മാത്രം പോരാ ജനപിന്തുണയ്ക്ക് എന്നതാണ് സത്യം. ജനങ്ങളെ സേവിക്കാനുള്ള കഴിവ് അവർക്കുണ്ടെന്ന ജനങ്ങളുടെ ആത്മവിശ്വാസമാണ് ഓരോ രാഷ്ട്രീയക്കാരനെയും വിജയിപ്പിക്കുന്നത്. അഭിനയ രാജാവായ ശിവാജി ഗണേശൻ മുതൽ വിജയകാന്ത്, ശരത് കുമാർ, കർണാസ്, കെ ഭാഗ്യരാജ്, കാർത്തിക്, ഖുഷ്ബു, സുന്ദർ, രാധാരവി വരെയുള്ള സിനിമാ താരങ്ങൾ ചെറുതും വലുതുമായ പ്രസ്ഥാനങ്ങളിലൂടെ കരകയറാൻ ശ്രമിച്ചെങ്കിലും ജനങ്ങൾക്കിടയിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ ഇവർക്കാർക്കും സാധിച്ചിരുന്നില്ല. അന്തരിച്ച വിജയകാന്ത് മാത്രമായിരുന്നു എംജിആറിന് ശേഷം രാഷ്ട്രീയത്തിൽ പിന്നെയെങ്കിലും പറയത്തക്ക വിധത്തിലുള്ള നേട്ടം കൈവരിച്ചത്. തമിഴ് രാഷ്ട്രീയത്തിൽ എംജിആറിനും ജയലളിതയ്ക്കും ശേഷം ഒരു ചലച്ചിത്ര താരത്തിനും അത്രത്തോളം വലിയൊരു ചലനം ഉണ്ടാക്കാൻ സാധിക്കാതെ നിൽക്കുന്നൊരു സമയത്താണ് തന്റെ 49ാമത്തെ വയസ്സിൽ ജോസഫ് വിജയ് ചന്ദ്രശേഖർ തമിഴ് രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കുന്നത്. ഇളയ ദളപതിയായി തമിഴകത്തെത്തിയ വിജയ് കരിയറിന്റെ പീക്ക് ടൈമിൽ നിൽക്കുമ്പോഴാണ് നിർണായക തീരുമാനമെടുത്തിരിക്കുന്നത്. തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടിയുമായി അരസിയൽ മന്നനാകാൻ തീരുമാനിച്ച വിജയുടെ പ്രവേശന സമയം ഒരു കണക്കിന് ബെസ്റ്റ് ടൈമിലാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിനോടകം തന്നെ വൻതോതിലുള്ള പിന്തുണയും വിജയ്ക്കും പാർട്ടിക്കും ലഭിച്ചിട്ടുമുണ്ട്.